ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീനുകളാണ് ഇനി നമ്മുടെ ചെമ്പനീർ പൂവിൽ വരാൻ പോകുന്നത്. ശ്രുതിയുടെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട് ചന്ദ്രയും ശ്രുതിയും ഒക്കെ പൊട്ടിക്കരയുന്ന എപ്പിസോഡുകളാണ് ഇനി ഉടനെ വരാൻ പോകുന്നത്. അപ്പോൾ ആ എപ്പിസോഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ശ്രുതിക്ക് ഒരു ദിവസം ഭയങ്കരമായിട്ട് തലവേദന വരുവാണ്. ഇങ്ങനെ ഷോറൂമിൽ ഇരിക്കുന്ന ടൈമിൽ ശ്രുതി ഒന്നും ഉണ്ടാവില്ലേ ഷോറൂമിൽ ആ ടൈമിൽ. അപ്പോൾ ശ്രുതി പുറത്തോട്ടിറങ്ങി ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഗുളികയൊക്കെ മേടിച്ചിറങ്ങുമായിരിക്കും. അപ്പോൾ ആ മരുന്ന് മേടിച്ചിറങ്ങുമ്പോഴേക്കും നമ്മുടെ വിശ്വനാഥൻ ശ്രുതിയുടെ കണ്ണിൽ പോയി പെടുവാണ്. അപ്പോൾ വിശ്വനാഥൻ ശ്രുതിയെ കണ്ടിട്ടില്ലേ, ശ്രുതി പക്ഷേ വിശ്വനാഥനെ കാണുന്നുമുണ്ട്. വിശ്വനാഥനെ കാണുന്നതും ശ്രുതിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു വല്ലാത്തൊരു വെപ്രാളാവാണ്. നിക്കടാ അവിടെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂവുന്നുണ്ട്. വിശ്വനാഥൻ അപ്പോൾ ഒരു ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ വേറൊരാളെ പറ്റിക്കുന്ന ഒരു ഇടപാടി നടക്കുവാണ്. കാരണം ഇതുപോലൊരു വീടും സ്ഥലവും വിൽക്കാനുണ്ടെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഫോണിൽ കൂടി പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടും അയാളുടെ വാടക കാറിൽ കയറാൻ വേണ്ടി പോവായിരിക്കും. അപ്പോഴേക്കും ഈ ശ്രുതി കാണുന്നത്, എടാ കള്ള, എൻ്റെ പൈസ മോഷ്ടിച്ചവനെ, നിക്കടാ അവിടെ എന്ന് പറഞ്ഞ് ശ്രുതി വിളിച്ചു കൂവുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വിശ്വനാഥൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ശ്രുതി. അപ്പോഴേക്കും അയാൾ പറയും, അശോ ഈ മണ്ടൻ എന്താ ഇവിടെ, എളുപ്പം കാർ എടുക്കടോ എന്ന് പറഞ്ഞിട്ട് വിശ്വനാഥൻ എളുപ്പം കാറും തുറന്ന് കാറിൻ്റെ ഉള്ളിൽ കയറി ഡ്രൈവറിനോട് വിടാൻ പറയുവാണ്. ശ്രുതിക്കാണെങ്കിലോ എന്ത് ചെയ്യണമെന്ന് ആ സമയത്ത് ഒരു പിടുത്തവും ഇല്ല. നേരെ ആ കാറിൻ്റെ പുറകിൽ വെച്ച് ഓടുവാണ്. വണ്ടിയുണ്ട്, ശ്രുതിയുടെ കാർ അവിടെ കിടപ്പുണ്ട്. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യാനോ അതെടുത്ത് ഇയാളെ ചേസ് ചെയ്യാനോ ഒന്നും ശ്രുതിക്ക് ബോധം വരുന്നില്ല കേട്ടോ. ഇയാളെ കണ്ട ആ വെപ്രാളത്തിൽ ആ വിശ്വനാഥൻ്റെ കാറിൻ്റെ പുറകിൽ ശ്രുതി ഓടുവാണ്. മാക്സിമം സ്പീഡിൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ വിശ്വനാഥനാണെങ്കിൽ ഡ്രൈവറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, കുറച്ചും കൂടി സ്പീഡിൽ വിട്. അത് ഇത്തിരി നല്ല തിരക്ക് കൂടിയ റോഡായിരിക്കുമേ, അതുകൊണ്ട് അധികം സ്പീഡിലൊന്നും ഡ്രൈവർക്കും ഓടിക്കാൻ പറ്റുന്നില്ല. ശ്രുതി അതുകൊണ്ട് തന്നെ വിശ്വനാഥനെ ഫോളോ ചെയ്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ്. ശ്രുതിക്കാണെങ്കിൽ ഒരു നോട്ടവുമില്ല. വഴിയിലുള്ളവരെയൊക്കെ ഇടിച്ചിട്ടിട്ടാണ് ഈ ശ്രുതി ഓടിക്കൊണ്ടിരിക്കുന്നത്. ട്രാഫിക് പോലീസിനെയും അവിടെ വെള്ളം നിറക്കുന്ന ചേച്ചിയെയും അതുപോലെ തന്നെ ഒരു റോട്ടിൽ ഒരു അമ്പലം ഉണ്ടാവേ, ആ അമ്പലത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടനെയും എല്ലാവരെയും ഉന്തി മറിച്ചിട്ട് ശ്രുതി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്കിൽ പോകുന്ന ഒരാളെയും ഇതിൻ്റെ ഇടയിൽ മറിച്ചിടുന്നുണ്ട്. ശ്രുതിയുടെ കണ്ണിലാകെ ആ വിശ്വനാഥനെ എങ്ങനെയെങ്കിലും പിടിക്കണം, അതുമാത്രമാണ് ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ ഓടി ലാസ്റ്റ് ഒരു സ്ഥലം എത്തുമ്പോഴേക്കും വിശ്വനാഥൻ്റെ കാറ് പെട്ടെന്നൊന്ന് സ്റ്റക്കായി പോവാണ്. അപ്പോൾ ശ്രുതിക്ക് സമാധാനമാവും, ഇന്ന് ആ കള്ളൻ എൻ്റെ കയ്യിൽ തന്നെ വന്ന് പെടും എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഓടുമ്പോഴേക്കും ആ ഡ്രൈവർ എളുപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ സ്പീഡിൽ തന്നെ വിടുവാണ്. അപ്പോൾ ശ്രുതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ കിടന്നൊരു കല്ലെടുത്തിട്ട് ഈ കാറിലോട്ട് എറിയാൻ നോക്കുവാണ്. പക്ഷെ കല്ലാണെങ്കിൽ ചെന്ന് പതിക്കുന്നതോ അവിടെ ഉണ്ടായിരുന്ന ട്രാഫിക് പോലീസിൻ്റെ തലയിലോട്ടാണ്. പിന്നെ ഈ ശ്രുതിയുടെ പുറകിൽ നേരത്തെ ഇടിച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവരൊക്കെ ശ്രുതിയുടെ പുറകിൽ ഇങ്ങനെ ലൈനായിട്ട് ഓടി വരുവാണ്. ഈ ട്രാഫിക് പോലീസിൻ്റെ തലയിൽ കല്ല് വന്ന് വീഴുന്നതും ആ പോലീസിൻ്റെ സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറുവാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സാർ ഞാൻ സാറിൻ്റെ തലയിലോട്ടല്ല എറിഞ്ഞത്, ദേ ആ കാറിലോട്ടാണ് എറിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരൻ അതൊന്നും കേൾക്കുന്നില്ല. പോലീസുകാരനും ശ്രുതിയെ പിടിക്കാൻ വേണ്ടി ഓടിച്ചിടുന്നുണ്ട്. പോലീസുകാരനും നേരത്തെ ഇടിച്ചിട്ട ആളുകളും അങ്ങനെ എല്ലാവരും കൂടി ശ്രുതിയെ ഓടിച്ചിടുമ്പോഴേക്കും ശ്രുതിക്ക് എങ്ങോട്ട് പോകണമെന്നൊരു വെപ്രാളം കൊണ്ട് ഒരു ഇടവഴിയല്ല, ഒരു വണ്ടി പോകുന്ന ഒരു തിരക്ക് പിടിച്ച റോഡാണെന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ടേക്കൊരു വളയുമ്പോഴേക്കും നോട്ടമില്ലാതെ വളയുവാണ്. അപ്പോഴേക്കും ആ സൈഡിൽ കൂടി വന്ന ഒരു ടിപ്പർ ശ്രുതിക്ക് നേരെ വന്ന് ഒറ്റ ഇടിയടിക്കുവാണ്. ശ്രുതിയാണെങ്കിൽ പോയി വീഴുന്നതോ ആ ടിപ്പറിൻ്റെ ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ വീഴുന്നതും ഗ്ലാസ്സിലെ ചില്ലൊക്കെ പൊട്ടി ശ്രുതിയുടെ കണ്ണിലോട്ട് അടിച്ചു കയറുവാണ്. ശ്രുതിയുടെ ബോധവും പോകുന്നുണ്ട്. അവിടെ വീഴുന്ന ശ്രുതിയെ ഈ പറഞ്ഞ എല്ലാവരും കൂടി പൊക്കി ഹോസ്പിറ്റലിൽ എത്തിക്കുവാണ്. ശ്രുതിക്ക് ഈ അപകടം പറ്റുന്ന അതേ ടൈമിൽ തന്നെ ചന്ദ്രോദയത്തിൽ വീഴുന്നുണ്ട്. നമുക്കിഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു സൂചനകൾ നമ്മൾക്കും കിട്ടുമല്ലോ. അതുപോലെ തന്നെ ചന്ദ്രയും അവിടെ വീഴുവാണ്. ചന്ദ്രയ്ക്ക് അപ്പോൾ തന്നെ മനസ്സിൽ പോകുന്ന പേര് നമ്മുടെ ശ്രുതിയാണ്. ശ്രുതി എവിടെയെന്ന് ശ്രീകാന്തിനോട് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ശ്രുതി ചേട്ടൻ നേരത്തെ ഷോറൂമിലോട്ട് പോയല്ലോ, അമ്മ കണ്ടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, കണ്ടായിരുന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാലം തിരുമ്മിയിരിക്കുന്ന ടൈമിൽ ചന്ദ്രയുടെ ഫോണിലോട്ടൊരു കോൾ വരുവാണ്. വിളിക്കുന്നത് വേറെ ആരും അല്ല കേട്ടോ, ശ്രുതിയാണ്. ശ്രുതി വിളിച്ചിട്ട് ചന്ദ്ര ഫോൺ എടുക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയും, എന്താ മോളെ, എന്താ ശ്രുതി നീ ഇങ്ങനെ കരയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റിയോട് ഞാനിത് എങ്ങനെ പറയുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്രയുടെ സംസാര രീതികളൊക്കെ മാറാൻ തുടങ്ങും. ചന്ദ്രക്ക് ടെൻഷൻ കയറി വരുവാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്തും സച്ചിയും നമ്മുടെ രേവതിയും അതുപോലെ തന്നെ രവീന്ദ്രനും എല്ലാവരും ചന്ദ്രയുടെ വെപ്രാളം കണ്ട് കൂടെ കൂടുന്നുണ്ട്. ആരാ എന്താന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛാ അത് നമ്മുടെ ശ്രുതി ചേച്ചി ആ ഫോണിലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചേച്ചിയോ, എന്താ കാര്യം ചന്ദ്ര, നീ എന്തിനാ എങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല, ശ്രുതി ഇതേ ഫോൺ വിളിച്ചിട്ട് ഒരേ കരച്ചിൽ,
ശ്രുതി ഇനി കാര്യം എന്താണെന്ന് പറയാമെന്ന് ചന്ദ്ര വീണ്ടും വീണ്ടും പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ നമ്മുടെ ശ്രുതിക്കൊരു ആക്സിഡൻറ്റ് പറ്റി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയും, എൻ്റെ ദൈവമേ, എൻ്റെ മോൻ ആക്സിഡൻറ്റോ, മോൾ എന്താ ഈ പറയുന്നത്, അയ്യോ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ തലകറങ്ങി വീഴുവാണ് കേട്ടോ. കാരണം ശ്രുതി എന്ന് പറഞ്ഞാൽ ചന്ദ്രക്ക് ജീവനാണല്ലോ. ശ്രീകാന്ത് അപ്പോൾ ഫോൺ മേടിച്ച് സംസാരിക്കുന്നുണ്ട്. ശ്രുതി ചേച്ചി എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അറിയില്ല ശ്രീകാന്തേ, എന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും വിളിച്ചതാ, ശ്രുതിക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട്. കണ്ണിലാ അടിപെട്ടിരിക്കുന്നത്, ഗ്ലാസ്സൊക്കെ കണ്ണിൻ്റെ ഉള്ളിൽ കുത്തി കയറിയിട്ടുണ്ട്, എനിക്ക് പേടിയാവുന്നു ശ്രീകാന്തേ, നിങ്ങളൊന്ന് എളുപ്പം വരാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, ശ്രുതി ചേച്ചി ഇങ്ങനെ വിഷമിക്കല്ലേ, ഞങ്ങളിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം, ഏത് ഹോസ്പിറ്റലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹോസ്പിറ്റലൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ഇവരെല്ലാവരും കൂടി നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അവിടെ ആ ടൈമിൽ ശ്രുതിയെ ഇങ്ങനെ കണ്ണ് ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് പുറത്തോട്ടും കൊണ്ടുവരുവാണ്. അപ്പോൾ ശ്രുതി ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്ത് പറ്റി ഡോക്ടർ, എങ്ങനെയുണ്ട് എൻ്റെ ശ്രുതിക്കെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, കണ്ണിൽ നിറച്ചും ഗ്ലാസ് ആയിരുന്നു, ഇവിടെ വന്നപ്പോഴേക്കും ഗ്ലാസ്സൊക്കെ ഞങ്ങൾ എടുത്ത് ക്ലീൻ ചെയ്ത ഒരു ചെറിയൊരു ഓപ്പറേഷൻ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്, ബോധമില്ല ശ്രുതിക്ക്, ബോധം വന്നു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, കണ്ണിന് കാഴ്ചയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എൻ്റെ ശ്രുതിയുടെ കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ ഡോക്ടർ എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ പറയും, അതൊന്നും പറയാൻ പറ്റില്ല മോളെ, കണ്ണിലല്ലേ അടിപെട്ടിരിക്കുന്നത്, റെറ്റിനൊക്കെ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ശ്രുതിക്ക് ബോധം വന്നതിന് ശേഷമേ അറിയാൻ പറ്റുള്ളൂ, കെട്ടഴിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടർ എൻ്റെ കണ്ണ് വെച്ചോ, എൻ്റെ ശ്രുതിക്ക് ഞാൻ എൻ്റെ കണ്ണ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ആ ടൈമിലാണ് നമ്മുടെ ചന്ദ്രോദയത്തിലെ എല്ലാവരും കൂടി ഹോസ്പിറ്റലിലോട്ട് കയറി വരുന്നത്. പിന്നെ അവിടെ മൊത്തം ഒരു കരച്ചിലാണ്, ശ്രുതിയും ചന്ദ്രയും ഒക്കെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നുണ്ട്, അമ്മേ നമ്മുടെ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. ആ ടൈമിൽ ശ്രുതി ഇങ്ങനെ ബോധമില്ലാതെ ഇങ്ങനെ കട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയും, അയാൾക്ക് ബോധമില്ല, നിങ്ങളിങ്ങനെ അയാളെ പിടിച്ച് കരയല്ലേ, ഞങ്ങൾ റൂമിലോട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ മാറ്റും, നിങ്ങളിങ്ങനെ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചതിന് ശേഷം ശ്രുതിയും കൂട്ടി പോവാണ്. അപ്പോൾ സച്ചിയൊക്കെ ചോദിക്കുന്നുണ്ട്, ഇവൻ എന്താ ഇങ്ങനെ, ഇവന് എങ്ങനെ ഈ ആക്സിഡൻറ്റ് ഉണ്ടായതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അറിയില്ല സച്ചി, ശ്രുതി ഓടിപ്പോകുമ്പോൾ ഒരു ടിപ്പർ വന്ന് ഇടിച്ചെന്നാ പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഓടിപ്പോകുമ്പോഴോ, അവൻ എന്തിനാ റോട്ടിൽ ഓടിപ്പോയത്, അവന് കാറുണ്ടല്ലോ, പിന്നെ എന്തിനാ അവൻ റോഡിലൂടെ ഓടിയെന്നൊക്കെ സച്ചി ഇങ്ങനെ ആലോചിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ബില്ലൊക്കെ വരുന്നുണ്ട്. സച്ചി അത് കെട്ടാൻ പോകുമ്പോഴേക്കും ശ്രുതിയെ ഫോളോ ചെയ്ത് ശ്രുതി ഇടിച്ചിട്ട് കുറേ ആൾക്കാരുണ്ടല്ലോ റോട്ടിൽ, അവരൊക്കെ കൂടി കൂട്ടമായിട്ട് വരുവാണ്. അവരെ കാണുന്നതും സച്ചിയും രേവതിയും ഇങ്ങനെ നെട്ടി നിൽക്കുവാണേ. നിങ്ങളൊക്കെ ആരാന്ന് ചോദിക്കുമ്പോഴേക്കും അവർ ശ്രുതിയുടെ വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ആ ആക്സിഡൻറ്റ് പറ്റിയ ആൾക്കെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, കണ്ണിനാണ് അടിപെട്ടിരിക്കുന്നത്, ബോധം വന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ചെറിയ പരിക്കുകളോടെ കെട്ടൊക്കെ കെട്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ സച്ചി ചോദിക്കും, നിങ്ങളൊക്കെ ആരാന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ചേട്ടനെ ഞങ്ങളെയൊക്കെ ഇടിച്ചിട്ടാ പോയത്, ഇത് കണ്ടില്ലേ ഞങ്ങളുടെ കയ്യിലും തലയിലൊക്കെ കെട്ടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, നിങ്ങളെയൊക്കെ ഇടിച്ചിട്ടോ, എന്തിന്, ആർക്കറിയാം, അയാൾ ആരെയോ ഓടിച്ചിടുമായിരുന്നു, പോകുന്ന വഴിയിൽ കണ്ണ് മൂക്കുമല്ലാതെ ഞങ്ങളെയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ടാ പോയത്, ഞങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ നഷ്ടപരിഹാരം വേണമെന്ന് പറയുമ്പോൾ സച്ചി അവർക്കൊക്കെ കാശ് കൊടുത്ത് സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോഴും സച്ചി രേവതിയും ചോദിക്കുന്നുണ്ട്, ഈ ശ്രുതി എന്തിനായിരിക്കും, ആരെയായിരിക്കും വന്നാലും ഓടിച്ചിട്ടത്, എന്താ കാര്യം എന്നറിയില്ലല്ലോ, അവന് ബോധം പറ്റി, ചോദിച്ചു മനസ്സിലാക്കാം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ശ്രുതിക്ക് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ബോധം വരുന്നുണ്ട്. പക്ഷെ കണ്ണിൽ ഭയങ്കര വലിയ കെട്ടൊക്കെ കെട്ടിയിരിക്കുവാണ്, കാരണം കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുമല്ലേ. ബോധം വരുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, അകത്തോട്ട് പോയി കണ്ടോളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രയും കുടുംബവും എല്ലാവരും കൂടി അകത്തോട്ട് പോയി ശ്രുതിയെ കാണുവാണ്. ശ്രുതിയാണെങ്കിൽ ഒരേ കരച്ചിലാണ് കേട്ടോ, എനിക്കാരെയും കാണാൻ പറ്റില്ലല്ലോ, എനിക്കെൻ്റെ ശ്രുതി ഇനി എൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല ഈ ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ കെട്ടിപ്പിടിച്ച് ശ്രുതി കരയുന്നൊക്കെയുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ആളെ കൂടുതൽ ഇമോഷണൽ ആക്കാൻ പാടില്ല, കാരണം ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ, സ്ട്രെസ് ഒന്നും കൊടുക്കരുതെന്ന് പ്രത്യേകം പറയുമ്പോഴും ചന്ദ്രയും ശ്രുതിയും ഇങ്ങനെ ശ്രുതിയും കെട്ടിപ്പിടിച്ച് കരയുവാണേ. എൻ്റെ മോനെ, നിനക്ക് ഈ അവസ്ഥ വന്നല്ലോ, ആരുടെ കണ്ണാണ് നിനക്ക് നേരെ പെട്ടതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ കരയുവാണ്. പൊട്ടി ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി വിഷമിക്കണ്ട, ശ്രുതിക്ക് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ശ്രുതിക്ക് കണ്ണ് ഞാൻ തരും, അതോർത്ത് പേടിക്കണ്ട എന്നൊക്കെ പറയുമ്പോഴും ശ്രുതി പറയുന്നുണ്ട്, ഹേയ്, നിന്റെ കണ്ണ് നഷ്ടപ്പെട്ടാലും എനിക്ക് വിഷമമാവും, നിനക്കും കണ്ണിനൊന്നും പറ്റാൻ പാടില്ല, എനിക്കും ഒന്നും പറ്റാൻ പാടില്ല, പക്ഷെ ഉള്ളിൽ എന്തോ ഒരു പേടി ശ്രുതി, എനിക്ക് നിന്നെ ഇനി ഈ ജന്മത്ത് കാണാൻ പറ്റില്ല എന്നൊരു തോന്നലൊക്കെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. സച്ചിയും ശ്രീകാന്തും എല്ലാവരും സമാധാനിപ്പിക്കുന്നുണ്ട് ശ്രുതിയെ. ശ്രുതിക്ക് കണ്ണായി ശ്രുതി അങ്ങനെ നിൽക്കുവാണ്, ശ്രുതിയുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്, ശ്രുതിയെ പരിചരിക്കുന്നുണ്ട്. ശ്രുതിയുടെയും ചന്ദ്രയുടെയും എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു പേടിയാണ്, കണ്ണിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന്, കാരണം കണ്ണിനാണല്ലോ പരിക്കേറ്റിരിക്കുന്നത്. അങ്ങനെ പോലീസ് ശ്രുതിനെ മൊഴിയെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. മൊഴിയെടുക്കാൻ പോകുമ്പോഴാണ് ശ്രുതി ആ സത്യം പറയുന്നത്, വിശ്വനാഥനെ താൻ റോട്ടിൽ വെച്ച് കണ്ടായിരുന്നുവെന്നും അയാളെ ഫോളോ ചെയ്ത് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ്
ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര ഷോക്കാവാണ്. വണ്ടിയുടെ നമ്പറൊക്കെ ചോദിക്കുമ്പോൾ സുധി പറയുന്നുണ്ട്, ആ വെപ്രാളത്തിൽ ഞാൻ അതൊന്നും നോക്കിയില്ലടാ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, നിനക്ക് അപ്പം തന്നെ നമ്പർ നോട്ട് ചെയ്ത് എന്നെ വിളിച്ചാൽ മതിയായിരുന്നു, അപ്പം ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു ഷേ എന്നൊക്കെ പറയുമ്പോഴേക്കും സുധി പറയുന്നു, എന്ത് ചെയ്യാനാടാ, ആ സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, എന്തായാലും അവൻ ഈ നാട്ടിൽ തന്നെ ഉണ്ട്, ഇനി ഞാൻ അവനെ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ സച്ചി പറയുവാണ്. അപ്പോഴും സുധി ഇങ്ങനെ കണ്ണിൽ കെട്ടും കെട്ടി ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. കുറച്ച് ദിവസം ഏതായാലും സുധിക്ക് ആരെയും കാണാൻ പറ്റില്ല, കണ്ണഴിച്ചാലേ അറിയാൻ പറ്റുള്ളൂ നമ്മുടെ സുധിക്ക് കാഴ്ചയുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷം. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.